UDF സർക്കാരിന്റെ സൗജന്യ KSRTC ബസ് യാത്രയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് CPIM MLAമാർ വിട്ടുനിൽക്കും എന്ന് MV ഗോവിന്ദൻ. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യമെന്നല്ല ആദ്യം പറഞ്ഞത്. മലബാറിൽ ഓർഡിനറി ബസ് ഇല്ല, ഇത് ആളെ പറ്റിക്കലാണെന്നും പറയുന്നതല്ല നടപ്പാക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും അവിടെ സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം, അല്ലേ? ടൂറിസം പോലെ ഉപയോഗിക്കാം ഉൾപ്പെടെ എല്ലാം എന്തൊക്കെയാണ് പറഞ്ഞു വന്നത്. ആ പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഏതാണ്ട് 1000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളോ സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ട്. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിനിലേക്കാണ്. സഹിൻ, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയാണ് ഇത്തരത്തിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം വലിയ തരത്തിൽ ഒരു മഹാമഹം പോലെ തന്നെ നടത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതിലാണ് CPIM വരില്ല, വിട്ടുനിൽക്കും എന്ന് MV ഗോവിന്ദൻ പറയുന്നത്. എന്താണ് അതിനുള്ള കാരണമായി അദ്ദേഹം വ്യക്തമാക്കുന്നത്? UDF സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിലെ സൗജന്യ യാത്ര. എന്തായാലും അത് നാളെ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് UDF സർക്കാർ നടപ്പിലാക്കുന്നതും. എന്നാൽ ഇതിൽ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇടതുമുന്നണിയും ഒപ്പം തന്നെ CPIM-ഉം. ഇതിൽ CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇത് ഒരു പറ്റിക്കലാണ്, ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് UDF ചെയ്യുന്നത്. കാരണം ഇവർ വാഗ്ദാനം ചെയ്തിരുന്നത് എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നു. പകരം ഇപ്പോൾ 1000-ഓളം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര നടത്തുന്നത്. മലബാർ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ KSRTC ബസ്സുകൾ നന്നേ കുറവാണ്, ഓർഡിനറി ബസ്സുകൾ നന്നേ കുറവാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ആളെ തട്ടിക്കുന്ന ഇത്തരം പരിപാടികളിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ ആരും തന്നെ പങ്കെടുക്കില്ല. ഇടതുമുന്നണിയുടെ MLAമാർ ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കും. പാർട്ടി അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇടതുമുന്നണി അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. KSRTC ബസ്സിലെ സൗജന്യ യാത്ര പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് സൗജന്യമായി നൽകണം. സർക്കാർ UDF അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞിരുന്നത് ഇങ്ങനെയല്ല. പകരം ഇപ്പോൾ അധികാരത്തിലേറിയ ശേഷം വാക്ക് മാറ്റി പറയുന്നു എന്നുള്ളതാണ് ഇടതുമുന്നണിയും ഒപ്പം തന്നെ CPIM ചൂണ്ടിക്കാണിക്കുന്നത്. ശരി സഹിൻ, എന്തായാലും നാളെയാണ് ഇത്തരത്തിൽ KSRTC ബസ്സിലെ സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം നടക്കാനിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ CPIM പങ്കെടുക്കില്ല എന്ന് പറയുന്നത്.